നമ്മൾ ഇന്നൊരു പാരന്റ്സ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് നമ്മുടെ ഇന്നത്തെ മീറ്റിംഗിന്റെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് സെപ്റ്റംബറിൽ അടുത്ത മാസം ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പല കുട്ടികളും മിക്കവാറും വീട്ടിലൊന്നും പറഞ്ഞിട്ടുണ്ടാവും. സെപ്റ്റംബർ 4 നമ്മുടെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ടെർമിനൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ട് വിന്നേഴ്സിൽ നിന്ന് നമ്മളൊരു റിവിഷൻ പ്ലാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റിവിഷനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടീച്ചർ വന്നിട്ടുണ്ട്. കുട്ടികളെല്ലാവരും തന്നെ പാരന്റ്സിനോട് വിളിച്ച് അടുത്തിരുത്തുക. ഓക്കെ, ഇരിക്കുന്ന പാരന്റ്സിന് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഹെഡ്സെറ്റ് ഒക്കെ ഒന്ന് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ടൈമിലേക്ക് ഒന്ന് വീഡിയോ ഓഫ് ചെയ്യും. എന്നിട്ട് ഇപ്പോൾ തന്നെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ടീച്ചർ പറയണ കേൾക്കാമോ? ഒന്ന് കൈവീശിയേ. ഓക്കെ, എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? സാറേ കയറിയിട്ടുണ്ടല്ലോ. ഓക്കെ, പാരൻസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ കാര്യങ്ങളെല്ലാം അജീഷ് സാറ് പറഞ്ഞു കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് കാരണം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഈ സമയം നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് ടീച്ചർ പറയാതെ തന്നെ എൻ്റെ മക്കൾക്ക് അറിയാം അല്ലേ? കാരണം ഓൾറെഡി +1 എക്സാം ഒക്കെ എഴുതി അതിൻ്റെ റിസൾട്ട് ഒക്കെ വന്നു. ഇപ്പം നമ്മൾ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭംഗിയായിട്ട് തന്നെ എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയം ഇപ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ ഗൗരവം ഇപ്പോൾ 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിരുന്നപ്പോൾ ടീച്ചർ പറഞ്ഞിരുന്നു. +1 ഇതേ ഗൗരവത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ എന്താണ് 10ൽ നിങ്ങൾ അത് ആ ഗൗരവത്തോടെ എടുത്തു, നല്ല മാർക്കിലേക്ക് എത്തി. +1 ഇതേ ഗൗരവത്തിൽ ഞങ്ങൾ പറഞ്ഞു. പക്ഷേ ആ ഗൗരവം നിങ്ങളിലേക്ക് വന്നില്ല. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് മനസ്സിലായി ഇനി നമുക്ക് സമയം കളയാനില്ല, കിട്ടുന്ന സമയം നന്നായി തന്നെ പഠിച്ചു തീർക്കണം. അപ്പോൾ ആ സമയമാണ് വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും പോർഷൻസ് ഒക്കെ അതേപോലെ തന്നെ എടുത്തു പോകും. പക്ഷേ റിവിഷന് വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ആ ടൈം ടേബിൾ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ കണ്ടത് ഓരോ ചാപ്റ്ററിനും 2 ദിവസം വെച്ച് അല്ലേ സാറേ? മിക്കവാറും അതായത് ഒരു ചാപ്റ്റർ 2 ദിവസം വെച്ച് നന്നായി പഠിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം എക്സാമിനുള്ള ടോപ്പിക്ക് നന്നായി പഠിച്ച് തീർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും ബോർഡ് എക്സാമിന് ഫെയിൽ ആവില്ല. കാരണം അത്രയും മാർക്ക് നമ്മൾ ഇതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, സ്കോർ ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായല്ലോ? പിന്നെ സ്കൂളിലേക്ക് ഒരുപാട് വർക്കുകളുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് ഇവിടെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് ഇത്രയും പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് സ്കിപ്പ് ആവാതെ വിന്നേഴ്സിലെ റിവിഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും ടൈം ടേബിൾ അനുസരിച്ച് കൃത്യമായിട്ട് നടന്നു പോകും. എന്ന് വെച്ചാൽ അത്രയും ചാപ്റ്ററുകൾ ഭംഗിയായി പഠിച്ച് തീർത്തു എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ പറ്റും. മനസ്സിലായല്ലോ? സ്കൂളിൽ ഇപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഒരു കുട്ടികളുടെ അടുത്ത് ചോദിച്ചപ്പോൾ 4 എക്സാം ഒക്കെയാണ് ഓരോ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം 4 ചാപ്റ്റർ ഉണ്ട്. കാരണം മൺഡേ ആണെന്ന് വിചാരിച്ച് തിങ്കളാഴ്ച ആണല്ലോ എന്ന് വിചാരിച്ച് ഓരോ ടീച്ചേഴ്സ് എന്ത് വരും, തിങ്കളാഴ്ച ഒരു ഇന്ന ചാപ്റ്റർ പഠിച്ചിട്ട് വരണം കേട്ടോ, ചൊവ്വാഴ്ച പറയുന്നു, അടുത്ത ബുധനാഴ്ച പറയുന്നു, എല്ലാവരും തിങ്കളാഴ്ചക്കൊക്കെയാണ്. 4 സബ്ജക്റ്റ് പറയുമ്പോൾ ഉറപ്പാണ് നിങ്ങൾ എത്ര നേരത്തെ പറഞ്ഞാലും എൻ്റെ മക്കൾ എപ്പോഴായിരിക്കും പഠിക്കാൻ വരിക, തലേ ദിവസമായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ പറ്റാവുന്ന മാക്സിമം ചെയ്യുക. പക്ഷേ നമ്മളുടെ റിവിഷൻ ഉറപ്പായിട്ടും നിങ്ങളുടെ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള റിവിഷനാക്കി മാറ്റുക. അത്രയും ഇമ്പോർട്ടൻസ് അതിൽ കൊടുത്തിരിക്കണം. ഓരോ മെറ്റീരിയൽ ആദ്യം പഠിച്ചു തീർക്കുക. മെറ്റീരിയൽ പഠിക്കുമ്പോൾ തന്നെ ടെക്സ്റ്റ് എടുത്തു വെച്ചിട്ട് അതിലൊന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പോൾ അടുത്ത റിവിഷൻ വരുമല്ലോ. നമ്മളിങ്ങനെ ജനുവരി ഫെബ്രുവരിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇത് കഴിയുമ്പോൾ ക്രിസ്മസ് എക്സാമിനുള്ള ടോപ്പിക് റിവിഷൻ വരും. അത് കഴിഞ്ഞ് നമ്മൾ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് ജനുവരി ഫെബ്രുവരിയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നൈറ്റ് ക്ലാസ്സോട് കൂടിയിട്ടുള്ള റിവിഷൻ നടത്തും. അപ്പോൾ ആ സമയത്ത് അത്യാവശ്യം മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ടെക്സ്റ്റിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി വിട്ട ടോപ്പിക് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. എന്തായിക്കോട്ടെ 85% 90 അടുത്തല്ലേ സാറേ നമ്മുടെ മെറ്റീരിയൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അതിൽ നിന്ന് കിട്ടിയിരിക്കും. പക്ഷേ +2 ആണ്, 1 മാർക്ക് പോലും കളയാതെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് മെറ്റീരിയലും പഠിക്കാം, അത് തീർത്തവര് ടെക്സ്റ്റും പഠിക്കാം. അതല്ലാതെ മെറ്റീരിയൽ കംപ്ലീറ്റ് ചെയ്യാതെ, നമ്മുടെ വിന്നേഴ്സിന്റെ മെറ്റീരിയൽ കംപ്ലീറ്റ് ചെയ്യാതെ ടെക്സ്റ്റ് പിടിച്ചിരുന്നേക്കരുത് കേട്ടോ. മെറ്റീരിയൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്തുണ്ടാക്കിയേക്കണതാണ്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമുള്ള. അപ്പൊ സമയം കളയരുത്, കൃത്യമായിട്ട് പഠിക്കണം. നമ്മുടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ബുധനാഴ്ച 31-ാം തീയതിയാണ് നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണത്. കൃത്യമായിട്ട് ടൈം ടേബിൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. പരമാവധി നിങ്ങൾ ഒന്നില്ലെങ്കിൽ അത് പ്രിന്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു A4 സൈസ് പേപ്പർ എടുത്ത് വൃത്തിയായിട്ടൊന്ന് എഴുതുക. എന്നിട്ട് പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക, അതൊന്ന് ഒട്ടിച്ചു വെക്കുക. മനസ്സിലായോ? എന്നിട്ട് ആദ്യം നിങ്ങൾ നാളത്തേക്ക് വേണ്ടി പഠിക്കാൻ എടുക്കുമ്പോൾ
ആദ്യം വിന്നേഴ്സിലെ ആ ടോപ്പിക് എടുത്ത് വെച്ച് അങ്ങോട്ട് പഠിക്കുക. ഓൾറെഡി നിങ്ങൾ ഡെയിലി എക്സാമുകൾ എഴുതിയതാണ് ഭൂരിഭാഗം ചാപ്റ്ററുകളും. അപ്പൊ അതൊന്നും കൂടി വായിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റും. മാക്സിമം 1 മണിക്കൂറേ നമുക്ക് പകുതി ചാപ്റ്റർ പഠിക്കാൻ ആവശ്യം വരുള്ളൂ. അപ്പൊ അത് പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ ടോപ്പിക്കായിട്ട് ആ റിവിഷൻ ഉള്ളത് പഠിച്ചു തീർക്കാം. ബാക്കി സമയം മുഴുവനും നിങ്ങൾ എന്ത് ചെയ്യുക, സ്കൂളിലേക്കുള്ളത് വർക്ക് ചെയ്യുക. കേട്ടല്ലോ? കാരണം ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് കഴിഞ്ഞ വർഷവും അതുപോലെ അതിക്ക് മുമ്പത്തെ വർഷവും ഒക്കെ 10th ഉണ്ടായിരുന്ന മക്കൾക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഈ പറയുന്നത് അത്ര വെറുതെ പറയുന്നതല്ല, അത് വർഷങ്ങളുടെ എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കിയിട്ടാണ് പറയണത്. ആ ഗൗരവം എൻ്റെ മക്കൾക്ക് ഉണ്ടാവണം. പാരന്റ്സ് അതൊന്ന് ആ ടൈം ടേബിൾ എഴുതി ഒട്ടിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് നോക്കുക. എന്നിട്ട് ആ ടൈം ടേബിളുള്ള ടോപ്പിക്ക് തന്നെയാണോ ഇവർ പഠിക്കുന്നത് എന്ന് നമുക്ക് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യത്തെ 1 മണിക്കൂർ കേട്ടാ, ക്ലിയർ ആണല്ലോ ടീച്ചർ പറഞ്ഞത്? അല്ലാതെ എല്ലാ വർക്കും കഴിഞ്ഞ് ഏറ്റവും അവസാനം കിടക്കുന്ന സമയത്ത് ഇത് വേണമെങ്കിൽ പഠിക്കാം എന്നുള്ള ചിന്തയിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിക്കാനായിട്ടുള്ള സമയം നിങ്ങൾക്ക് കിട്ടില്ല. കാരണം സ്കൂളിലേക്ക് അത്രയും വർക്കുകൾ ഉണ്ടാവും. അതുകൊണ്ട് ആദ്യം ഇത് പഠിച്ചു തീർക്കുക, അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, സ്കൂളിലേക്കുള്ളത് വർക്ക് ചെയ്യുക. കേട്ടോ? ഇത്രയല്ലേ ഉള്ളൂ സാറേ കാര്യങ്ങൾ? വേറെ എന്തെങ്കിലും? പിന്നെ ഒരു കാര്യമുണ്ട്, നാളെ തൃശ്ശൂർ ജില്ല അവധിയാണെന്ന് പറഞ്ഞ് ഇപ്പൊ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ മഴയും കാറ്റൊക്കെ വരുന്നുണ്ട്. ഓരോ ദിവസങ്ങൾ അവധി വരും. ഒരു കാരണവശാലും ഈ ദിവസങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾ സമയം കളയാതെ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഇപ്പൊ നാളെ ഒരു ചാപ്റ്റർ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് റിവിഷൻ പറഞ്ഞിരിക്കുന്നത്. അതല്ലെങ്കിൽ നാളത്തെ എക്സാം ടോപ്പിക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി സമയം നിങ്ങൾ ഫ്രീ ആയിരിക്കുള്ളൂ. നമ്മുടെ ട്യൂഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയാണ്ട പറഞ്ഞത്, ബാക്കി ജില്ലകൾക്കൊന്നും എനിക്കൊന്ന് വയനാട് ജില്ല അല്ലെ, അങ്ങനെ 1-2 ജില്ലകൾ ഇന്നിപ്പോ അവധി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവധി ആസ്വദിച്ചോളൂ, കൂട്ടത്തിൽ പഠിച്ചുകൊണ്ട് ആസ്വദിക്കാനായിട്ടൊരു കരുതൽ കാണിക്കുക. കാരണം നമുക്ക് വേണ്ടി തന്നെയാണ്. അപ്പൊ കുറച്ച് കൂടുതൽ സമയം എടുത്തു കഴിഞ്ഞ ടോപ്പിക് നിങ്ങൾ ചിലപ്പോൾ ഇവിടെ ഡെയിലി എക്സാമിനൊക്കെ പേരിന് പഠിച്ച് ചിലപ്പോൾ എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഏതൊക്കെ ചാപ്റ്ററുകളാണ് പഠിക്കാത്തത് എന്ന് ഓൾറെഡി എന്റെ മക്കൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അത് ഏത് ചാപ്റ്റർ ആണോ അത് എടുത്തു വെച്ച് കംപ്ലീറ്റ് ചെയ്യുക, പഠിച്ച് തീർക്കുക. ഒരിക്കലും അത് ഒരു വേസ്റ്റ് അല്ല, നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാണ്. മനസ്സിലായില്ലേ? നമ്മുടെ റിവിഷൻ ഓരോ ചാപ്റ്ററും ഇപ്പൊ ഒരു 4 ചാപ്റ്റർ നന്നായി പഠിച്ചു വെച്ചാൽ ലാസ്റ്റ് റിവിഷൻ വരുമ്പോൾ ആ സമയം നമുക്ക് സേവ് ചെയ്തൂടെ? ആ സമയത്ത് വേറെ ടോപ്പിക്കുകൾ പഠിച്ചൂടെ? അപ്പൊ അതുകൊണ്ട് +2 ആണ്, നല്ല ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് ഇപ്പൊ ഫീൽ ചെയ്യാത്തത് +1 ഓൾറെഡി നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ റേഞ്ച് അത്രയും ഉയർന്നു അല്ലെ? അപ്പൊ നിങ്ങൾക്ക് വേഗം പഠിച്ചു തീർക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് +2 സയൻസുകാരോട് പറയാനുള്ളത്, കൊമേഴ്സ് ബാച്ച് ഓക്കെ, അത് രജി സാർ കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. പിന്നെ +2 സയൻസുകാര് ബയോമാത്സ് ആണെന്നുണ്ടെങ്കിൽ ബയോളജി പഠിക്കാൻ കിട്ടുന്ന സമയം മുഴുവനായിട്ട് ഉപയോഗിക്കാം. ഒരുപാട് ചാപ്റ്ററുകളുടെ എണ്ണം +1 കുറവായിരിക്കും, പക്ഷെ കണ്ടന്റ് അത്രയും കൂടുതലാണ്. അപ്പൊ മാക്സിമം പഠിച്ചു തീർക്കാനായിട്ട് ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അപ്പൊ നമ്മളുടെ ഗൗരവപ്പെട്ട എക്സാമുകളുടെ അടുത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇനി ഓരോ സമയം നന്നായിട്ട് ഉപയോഗിക്കുന്ന മക്കൾക്ക് അതനുസരിച്ച് മാർക്ക് കയറി വരും. അതല്ല ബോർഡ് എക്സാം ആകുമ്പോൾ ലാസ്റ്റ് റിവിഷൻ വരുമല്ലോ, അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നാണ് നിങ്ങൾ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പൊ കിട്ടണേലും കൂടുതൽ മാർക്കൊക്കെ കിട്ടും. പക്ഷെ നിങ്ങളുടെ റേഞ്ച് അനുസരിച്ചുള്ള മാർക്ക് ആയിരിക്കില്ല. മനസ്സിലായോ? നിങ്ങളുടെ റേഞ്ച് ചിലപ്പോൾ ഫുൾ A+ അല്ലെങ്കിൽ 95% അല്ലെങ്കിൽ 100% മേടിക്കാനായിട്ടുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് റെഗുലർലി വർക്ക് ചെയ്താൽ മാത്രമേ ആ റേഞ്ചിലുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ള മാസങ്ങൾ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തേക്കാളും കൂടുതലായിരിക്കും കിട്ടുന്നത്. പക്ഷെ നിങ്ങളുടെ മാക്സിമം ആയിരിക്കില്ല. മാക്സിമം റിസൾട്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഡെയിലി റെഗുലർ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക. പഠിച്ച കാര്യങ്ങൾ ഓർക്കാനായിട്ടുള്ള ഒരു കരുതൽ നിങ്ങളുടെ കൂടെ വേണം. അപ്പോഴായിരിക്കുള്ളൂ നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതിന്റെ ഗൗരവം നിങ്ങളുടെ അടുത്തും പാരന്റ്സിന്റെ അടുത്തും ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ കുറച്ച് സമയമുള്ളൂ ഈ മീറ്റിംഗ്. ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ മീറ്റിംഗ് വെച്ചത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയല്ലോ ടീച്ചർ പറഞ്ഞത്? ഓക്കെ ആണോ? പാരന്റ്സ് ഒന്ന് കൈവീശിയേ. ഓക്കെ. കാരണം +2 ആണ്, എന്റെ മക്കള് വലുതായി, അവരുടെ കാര്യങ്ങൾ അവർ തീരുമാനിച്ചോളും, ഇതൊക്കെ ഓക്കെ, മനസ്സിലായില്ലേ? പക്ഷെ എന്നാ പോലും എക്സാം വരുമ്പോ എടാ പഠിക്കട്ടാ, നാളെ റിവിഷൻ ഉണ്ടിട്ടാ എന്ന് അവരൊന്ന് ഓർമ്മിപ്പിച്ചേക്കണം. അവരത് ചെയ്യണില്ലെന്നുണ്ടെങ്കിൽ ഷാഡോ ടീച്ചർക്ക് മെസ്സേജ് അയക്കണം. ബാക്കി ഞങ്ങൾ ക്ലാസ്സിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ സാറേ, ബ്രേക്ക്ഔട്ട് എടുക്കുക, എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അപ്പൊ എന്താണ് അവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? ഷാഡോ ടീച്ചർക്ക് മെസ്സേജ് അയച്ചേക്കണം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വർഷം കൂടി നമ്മുടെ കൈകളിൽ നിൽക്കട്ടെ. +2 കഴിഞ്ഞിട്ട് നമുക്ക് അവരെന്ത് ചെയ്യാം? അവരുടെ ഇഷ്ടത്തിന് തുറന്നുവിടാം. അപ്പോ ഈ +2ന്റെ റിസൾട്ട് നല്ല നിലയിൽ എത്താൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും പറയുന്ന കാര്യങ്ങൾ നല്ല കുട്ടികളായിട്ട് അനുസരിക്കാം. ഓക്കെ? അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി രജി സാറുണ്ട്, അജി സാറുണ്ട്, അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ? താങ്ക്
എവിടെ വരെ ആയിരിക്കും പോർഷൻസ് എക്സാമിന് ഉണ്ടായിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ടൈം ടേബിൾ എന്തായാലും ഞാൻ എന്തായാലും തരാം കേട്ടോ. അപ്പൊ ഏതൊക്കെ ദിവസം ഏതൊക്കെ സബ്ജക്റ്റ് ആണ് എക്സാം എന്നുള്ളത് നോക്കണം. അതായത് നമുക്ക് ഇപ്പോൾ എക്കണോമിക്സിന്റെ ക്ലാസ് ആണ് നടക്കുന്നതെങ്കിൽ അന്ന് എക്കണോമിക്സിന്റെ പരീക്ഷ ആയിരിക്കും, അങ്ങനെ നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ചായിരിക്കും നമ്മുടെ എക്സാമുകൾ ഉണ്ടായിരിക്കുക. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. നമ്മുടെ ടൈം ടേബിൾ നിങ്ങൾക്ക് തരും. ഇപ്പൊ 31-ാം തീയതി ഏതാണ് എക്സാം എങ്കിൽ അന്ന് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അന്നത്തെ എക്സാം ടൈം ടേബിൾ ആസ് പെർ ടൈം ടേബിൾ പ്രകാരം ആയിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. അത് പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ. അതായത് ഇനി ഓരോ കുട്ടികളും ചോദിക്കേണ്ട സാറേ ഇന്ന് അക്കൗണ്ടൻസി അല്ല, അപ്പൊ അക്കൗണ്ടൻസിന്റെ പരീക്ഷയാണോ എന്ന് ആരും ചോദിക്കേണ്ട. കൃത്യമായിട്ട് ടൈം ടേബിൾ ഉണ്ടാവും, അതനുസരിച്ചായിരിക്കും എക്സാംസ് ഉണ്ടായിരിക്കുക. അക്കൗണ്ടൻസിക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് എവിടെ വരെ ഏതൊക്കെ പോർഷൻസ് ആണ് എന്നുള്ളത് ആ ടൈം ടേബിൾ ഉണ്ടായിരിക്കും. അതേപോലെ എല്ലാ സബ്ജക്റ്റുകളുടെയും കൃത്യമായിട്ടുള്ള പ്ലാനിങ്സ് നിങ്ങൾക്ക് ഞങ്ങൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അത് പ്രകാരമായിരിക്കും നമ്മുടെ എക്സാംസ് ഒക്കെ ഉണ്ടായിരിക്കുക. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അജയ് സാറിന്റെ അടുത്ത് ചോദിക്കുക. ഓക്കെ, യെസ്. അപ്പോ ഓൾറെഡി ടീച്ചർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു എങ്ങനെയാണ് നമ്മുടെ എക്സാമിന്റെ കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ച്. ഞാനത് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പറയാം. പാരന്റ്സിനും കൂടി കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഒരു ധാരണ വേണം. ഓക്കെ, എന്തായാലും നമ്മുടെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 4-നാണ്. ഓക്കെ, സെപ്റ്റംബർ 4-ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ ഓണപരീക്ഷ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്കെല്ലാം തന്നെ എക്സാമിന്റെ ബോർഡ് എക്സാമിന്റെ മാർക്കിൽ CE മാർക്ക് കൂടി ഉണ്ട്. ഓക്കെ, CE മാർക്ക് എന്ന് പറയുന്നത് നമ്മളുടെ സ്കൂളിലെ പെർഫോമൻസും സ്കൂളിലെ എക്സാമുകളുടെ പെർഫോമൻസും മറ്റു കാര്യങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ടുള്ളതാണ് നമ്മുടെ CE മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ CE മാർക്കിലേക്ക് മാർക്കിന്റെ കോൺട്രിബ്യൂഷൻ വരുന്ന ഒരു എക്സാം ആണ് ഇത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ എക്സാമിന് പ്രാധാന്യം ഉണ്ട്. മിക്കവാറും സയൻസ് സബ്ജക്റ്റുകളിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളിലെല്ലാം സാധാരണ വരാൻ സാധ്യത ഉള്ളത് ഒരു 4 ചാപ്റ്റർ അല്ലെങ്കിൽ 5 ചാപ്റ്റർ ആ ഒരു റേഞ്ചിലായിരിക്കും വരാൻ സാധ്യത ഉള്ളത്. ഇതിന്റെ റിവിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബുധനാഴ്ചയാണ്. അതായത് നാളെയും കഴിഞ്ഞ് മറ്റന്നാളാണ് നമ്മൾ ഇതിന്റെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനിപ്പോ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്, ഫിസിക്സ് എടുക്കുകയാണ്. ഫിസിക്സിൽ ഒരു ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുകയാണ്. ആ ഫസ്റ്റ് ചാപ്റ്ററിനെ 2 ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്യും. പാർട്ട് 1 എന്നും പാർട്ട് 2 എന്നും 2 ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ഒരു പോയിന്റ് നോട്ട് തരും. സാർ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു. പോയിന്റ് നോട്ട് തരും. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നതാണ്. ഇപ്പൊ ചാപ്റ്റർ 1, ആ ചാപ്റ്റർ 1 പേരെന്തോ ആയിക്കോട്ടെ, കെമിസ്ട്രി, ഫിസിക്സ് എന്തുവാണെങ്കിലും ആയിക്കോട്ടെ, ഇങ്ങനെ ചാപ്റ്റർ 1 തരും. അതിന്റെ പോയിന്റ് നോട്ട്, പഠിക്കാനുള്ള കാര്യങ്ങൾ എന്താണോ അതാണ് പോയിന്റ് നോട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ടോപ്പിക് തരാണ്. യെസ്, അപ്പൊ അങ്ങനെ ഒരു ടോപ്പിക് നമ്മൾ തരുമ്പോൾ ജസ്റ്റ് ആ ടോപ്പിക്കിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയേക്കണേ എന്നുള്ളത് പറയാം. ഓക്കെ, അതായത് നമുക്ക് കുട്ടികൾക്ക് പഠിക്കാൻ തന്നേക്കുന്ന ഓരോ പോയിന്റും ഇപ്പോ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഒരു പോയിന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇലക്ട്രിക് ചാർജിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ എഴുതിയേക്കാണ്. എനിവേ, അത് നമ്മൾ തന്നിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയലിൽ 4ാമത്തെ പേജിൽ ആ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ നമ്മളത് ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാസ് എടുക്കുമ്പോൾ സ്ലൈഡുകൾ വഴി അത് കാണിച്ചിട്ടുണ്ട്. എന്നാലും കുട്ടികളുടെ കയ്യിലിരിക്കുന്ന വിന്നേഴ്സിന്റെ സ്റ്റഡി മെറ്റീരിയലിൽ പേജ് 4-ൽ ഈ പറയുന്ന ടോപ്പിക് ഉണ്ട്. ഓക്കെ, അപ്പോ ഈ തരുന്ന പോയിന്റ് നോട്ട് നോക്കിയിട്ട് പറഞ്ഞത് മാറ്റിക്കും. പോയിന്റ് നോട്ട് നോക്കിയിട്ട് ഓരോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേജ് നമ്പറിൽ നിന്നും അവർക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ കൃത്യമായിട്ട് കിട്ടും. അപ്പോ എല്ലാ ചാപ്റ്ററുകളും തന്നെ നമ്മൾ ഡെയിലി എക്സാമിൽ കണ്ടക്ട് ചെയ്തേക്കുന്ന ചാപ്റ്റേഴ്സ് ആണ്. അത് കൂടാണ്ട് നമ്മൾ ചാപ്റ്ററുകളുടെ ചാപ്റ്റർ എക്സാം നടത്തിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ പഠിച്ചു തീർക്കാനായിട്ട് അധികം ടൈം വേണ്ടി വരില്ല. അതല്ല, ഹാഫ് പോർഷൻ മാത്രമാണ് നമ്മൾ പഠിക്കാനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ ടീച്ചർ സൂചിപ്പിച്ച പോലെ തന്നെ മാക്സിമം ഒരു 1 അവർ, ഡെയിലി ഒരു 1 അവർ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കാം. പല കുട്ടികളും ഇപ്പോ പാരന്റ്സിന്റെ അടുത്ത് പറയുന്നുണ്ടാവും, ഞങ്ങൾക്ക് ഇപ്പോൾ മിഡ് ടേം എക്സാം നടക്കുകയാണ്, ഇപ്പോ വരും ദിവസങ്ങളിൽ മിഡ് ടേം എക്സാം ആണ്, 3 ചാപ്റ്റർ ഉണ്ട്, 4 ചാപ്റ്റർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ക്ലാസ്സുകൾ തന്നെ, ഇപ്പൊ വിന്നേഴ്സിന്റെ ക്ലാസ്സുകൾ തന്നെയാണെങ്കിലും അത് സ്കിപ്പ് ചെയ്യുന്നവരുണ്ടാവും, സ്കൂളിൽ പോകാതിരുന്ന് പഠിക്കുന്നവരുണ്ടാവും, എങ്ങനെയുള്ളവരുണ്ടാവും. എനിവേ, എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ സെപ്റ്റംബർ 4-ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1 മന്ത് ഏതാണ്ട് 32 ഡേയ്സ് എടുത്തിട്ടുള്ള ഒരു റിവിഷൻ പ്ലാൻ ആണ് തന്നേക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബുധനാഴ്ച വൈകുന്നേരം നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഇതേപോലെ പോയിന്റ് നോട്ടുകൾ തരും ഓരോ ചാപ്റ്ററിന്റെയും. അപ്പൊ വീട്ടിലിരുന്നിട്ട് 1 അവർ ഇത് പഠിക്കുക. 1 അവർ ടൈം കൊണ്ട് നിങ്ങൾക്ക് അത് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മൾ പോയിന്റ് നോട്ട് തന്നിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഏറ്റവും നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് സ്റ്റഡി മെറ്റീരിയൽ നിന്ന്, വിന്നേഴ്സിന്റെ സ്റ്റഡി മെറ്റീരിയൽ നിന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. +1 വിന്നേഴ്സിന്റെ സ്റ്റഡി മെറ്റീരിയൽ വെച്ച് പഠിച്ചേക്കുന്ന കുട്ടികൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അവർക്ക് ബോർഡ് എക്സാമിൽ അതിനനുസരിച്ചുള്ള മാർക്കിലേക്ക് എത്താനും പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഫസ്റ്റ് ഇയർ ആയിരുന്നപ്പോൾ ഇതേപോലെ ഫസ്റ്റ് ടേം എക്സാമിനേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ടേം എക്സാമിനേഷൻ കുറെയൊക്കെ ഉഴപ്പി അവസാനത്തെ പരീക്ഷയിൽ നന്നായിട്ട് പഠിച്ചേക്കുന്നവരുണ്ടാവും. പക്ഷെ സെക്കൻഡ് ഇയർ ഇനി അങ്ങനെ ഉഴപ്പാൻ പാടില്ല. കാരണം അത് കുറച്ചും കൂടി നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. ആ ഒരു പ്ലാനിലേക്ക് നിങ്ങൾ കൃത്യമായിട്ട് എത്തണം.
അപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 hour ടൈം എടുത്ത് കൃത്യമായിട്ട് പഠിക്കുക. എന്നിട്ട് അതിന്റെ ഫോളോ അപ്പ് ഞങ്ങൾ എങ്ങനെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഠിക്കാൻ തന്ന ടോപ്പിക് ആയിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ എക്സാം ടോപ്പിക് ആയിട്ട് വരുന്നത്. അപ്പൊ ബുധനാഴ്ച ആണ് ആദ്യത്തെ റിവിഷൻ നടക്കുന്നതെങ്കിൽ അതിന്റെ പോയിന്റ് നോട്ട് നാളെ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് തരും. അപ്പൊ ആ പോയിന്റ് നോട്ട് നോക്കിയിട്ട് ബുധനാഴ്ച വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് പഠിക്കുക. ബുധനാഴ്ച വൈകുന്നേരം ആ ടോപ്പിക് ആയിരിക്കും നിങ്ങൾക്ക് എക്സാം ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ വ്യാഴാഴ്ച മോർണിംഗിലും സെയിം ടോപ്പിക് തന്നെ ആയിരിക്കും എക്സാം ആയിട്ട് വരുന്നത്. ആ രീതിയിലായിരിക്കും നമ്മുടെ റിവിഷൻ പോകുന്നത്. അപ്പൊ റിവിഷന് വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ ഓരോ ദിവസവും ഏതാണ് സബ്ജക്ട് എന്നുള്ളത് കൃത്യമായിട്ട് മാർക്ക് ചെയ്തുകൊണ്ട് ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് തരുന്നതാണ്. ഇതിനകത്ത് ഫിസിക്സും കെമിസ്ട്രി മാത്സും ബയോളജിയും കമ്പ്യൂട്ടർ സയൻസിന്റെയും റിവിഷൻസ് ഉണ്ടാകും. ഇതിൽ എല്ലാ സബ്ജക്റ്റുകളുടെയും റിവിഷൻ ഉൾപ്പെടുന്നതായിരിക്കും നമുക്ക് ഈ റിവിഷൻ പ്ലാനിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കുക, ഈ ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സ്കൂളിൽ ഒരു പാരന്റ്സ് മീറ്റിംഗ് കൂടി വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, പാരന്റ്സ് മീറ്റിംഗ് വരാൻ സാധ്യതയുണ്ട്. അപ്പോ സ്കൂളിൽ പോയി നാണം കെടണ്ട എന്നുണ്ടെങ്കിൽ, അതായത് അച്ഛന്റെ അമ്മയുടെ മുന്നിൽ ടീച്ചേഴ്സിന്റെ മുന്നിൽ നാണം കെടണ്ട എന്നുണ്ടെങ്കിൽ, ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല എങ്കിൽ ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാനും, ഇതിനു മുമ്പ് അങ്ങനെ നാണം കെട്ടിട്ടുണ്ടെങ്കിൽ ഇനി നാണം കെടാതിരിക്കാനും എന്ത് ചെയ്യുക, നമുക്ക് 32 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. നിങ്ങൾക്ക് നാളെ മുതൽ തന്നെ പഠിച്ച് തുടങ്ങാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറായിക്കോളുക. എന്തായാലും പാരന്റ്സ് മീറ്റിംഗ് ആയതുകൊണ്ട് പാരന്റ്സിനെ കുട്ടികളൊക്കെ കൂടി ഒരുമിച്ച് ഇട്ടേക്കുന്നതുകൊണ്ട് 1-2 കാര്യങ്ങൾ ജനറൽ ആയിട്ടുള്ള കൂടി പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. മാക്സിമം ഒരു 5 മിനിറ്റ് കൂടി മുന്നോട്ട് പോകുള്ളൂ. ഓക്കെ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മിഡ് ടേം എക്സാം നടക്കുന്നു എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് ഒരുപാട് കുട്ടികൾ വിന്നേഴ്സിൽ എക്സാം എഴുതാതെ സ്കിപ്പായി പോകുന്നുണ്ട്. അത് ഞാൻ വീണ്ടും ഒന്ന് ഓർമ്മയിൽപ്പെടുത്തുകയാണ്. അടുത്ത ദിവസങ്ങളിൽ റിവിഷൻ എക്സാം ആയതുകൊണ്ട് ചിലപ്പോ ഈ റിവിഷൻ ചാപ്റ്റേഴ്സ് ഇവർക്ക് സ്കൂളിൽ പഠിച്ച് കഴിഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ വരാനിരിക്കുന്നതായിരിക്കും. എന്തോ ആയിക്കോട്ടെ, എക്സാം നിർബന്ധമായിട്ടും എഴുതാൻ പറയാ. ഈ 1 hour ടൈം പഠിച്ചുകൊണ്ട് എക്സാം നിർബന്ധമായിട്ടും എഴുതാൻ പറയാ. അത് യാതൊരു രീതിയിലും സ്കിപ്പ് ചെയ്യിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇവർക്കെല്ലാം ഒറ്റ റീസൺ ഉള്ളൂ, സ്കൂളിൽ മിഡ് ടേം എക്സാം ആണ്, അതുകൊണ്ട് ഇവിടെ എക്സാം എഴുതുന്നില്ല. ഒറ്റ റീസൺ ഉള്ളൂ. ഓക്കെ, ഒരുപാട് കുട്ടികൾക്ക് ആ എക്സാം നടക്കുന്നുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ ഈ ഒരു റിവിഷൻ പ്ലാനിൽ എല്ലാവരും പങ്കെടുക്കുക. അതിനകത്ത് കൃത്യമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ വളരെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ആബ്സെന്റ് ആകുന്ന കുട്ടികളുണ്ട്. എല്ലാവരും അല്ല, വളരെ കുറച്ച് പേര് ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ആബ്സെന്റ് ആവുന്നു. അതായത് തിങ്കളാഴ്ച സ്കൂളിൽ എക്സാം ഉണ്ട്, അതുകൊണ്ട് ശനി ഞായറും വരെ ക്ലാസ്സിൽ കയറാണ്ട് മുങ്ങി നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ സ്കൂളിൽ എക്സാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി വിന്നേഴ്സിന്റെ ക്ലാസ്സിൽ കയറാതിരിക്കുമ്പോൾ, എക്സാം എഴുതാതിരിക്കുമ്പോൾ പാരന്റ് ഒരു കാര്യം ചിന്തിച്ചോളാം. വേറൊന്നുമല്ല, ഒരു ടീച്ചർ സ്കൂളിൽ എക്സാം പറയുമ്പോൾ, ഇപ്പോ ചൊവ്വാഴ്ച എക്സാം നടത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതൊരിക്കലും തിങ്കളാഴ്ച ടീച്ചർ അനൗൺസ് ചെയ്യില്ല. തിങ്കളാഴ്ച വന്നിട്ട് പറയാണ് നാളെ എക്സാം എന്ന് പറയാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഒരു 1 വീക്ക് മുന്നെങ്കിലും ആ എക്സാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ കുട്ടികളാരും തന്നെ 1 വീക്ക് മുന്നേ മുതൽ എന്ത് ചെയ്യൂല, പഠിച്ചു തുടങ്ങൂല. അവർ തലേദിവസം പഠിക്കാനിരിക്കുള്ളൂ. അപ്പോഴാണ് നമ്മളോട് പറയുന്നത് ഇന്ന് ഞാൻ പോകുന്നില്ല, ഇന്ന് ഞാൻ ക്ലാസ്സിൽ കയറുന്നില്ല, നാളെ പരീക്ഷ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു എക്സ്ക്യൂസ് നമ്മൾ ആദ്യമേ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി അത് കൊടുക്കാതിരിക്കുക. ജസ്റ്റ് ഒന്ന് ചോദിക്കുക, എന്നാണ് ടീച്ചർ എക്സാം അനൗൺസ് ചെയ്തത്? അന്ന് മുതൽ ഒരു അരമണിക്കൂർ വെച്ച് പഠിച്ചിരുന്നെങ്കിൽ അത് തീർക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആ രീതിയിൽ നാളെ എക്സാം ആണ്, അതുകൊണ്ട് ഇന്ന് ക്ലാസ്സിൽ കയറുന്നില്ല എന്ന് പറയുന്ന റീസണിൽ യാതൊരു രീതിയിലും അനുവദിക്കാനായിട്ട് പാരന്റ്സ് സമ്മതിക്കരുത്. അതുപോലെ തന്നെ ഇത്തരം റീസൺസ് പറഞ്ഞുകൊണ്ട് റെക്കോർഡഡ് വീഡിയോ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് റെക്കോർഡഡ് വീഡിയോ ചോദിക്കുമ്പോൾ ഇനി നമുക്ക് റെക്കോർഡഡ് വീഡിയോ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റൂല. കാരണം അങ്ങനെ റെക്കോർഡഡ് വീഡിയോ കാണാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലൈവ് കൊടുക്കേണ്ട ആവശ്യമില്ല, റെക്കോർഡഡ് വീഡിയോ മാത്രം തന്നാൽ മതിയായിരുന്നു. നമ്മൾ ലൈവ് ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്. ലൈവ് ക്ലാസ് ആണ് കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്നത്. ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സിൽ ഇരുന്നിട്ട് വേണം കുട്ടികൾ അറ്റൻഡ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നിർബന്ധം പിടിക്കുന്നത്. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മൾ തരാനായിട്ട് കുറച്ച് മടി കാണിക്കും. അതുപോലെ തന്നെ മോർണിംഗിലെ ക്ലാസ്സുകളിലേക്ക് കുറച്ച് കുട്ടികൾ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് എന്തായാലും 6 മണിക്ക് മുന്നേ ഓരോ കുട്ടിയും വിളിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് പാരന്റ്സ് നിർബന്ധമായും 6 മണിക്ക് മുന്നേ അവരെ ക്ലാസ്സിൽ കയറ്റാനായിട്ട് ഒന്ന് ശ്രമിക്കുക. കാരണം ഏത് കുട്ടികളാണെങ്കിലും നമ്മളുടെ ഭാഗത്ത് നിന്ന് ഒരു പുഷിങ് ഉണ്ടായാൽ മാത്രമേ രാവിലെ എഴുന്നേക്കുള്ളൂ, അല്ലെങ്കിൽ എഴുന്നേക്കാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ വൈകുന്നേരം കടന്നുറങ്ങാനാണെങ്കിലും ആ ഫോൺ അവിടെ കൊണ്ട് വെച്ചിട്ട് കടന്നുറങ്ങൂ എന്ന് പറയണ്ട. അവിടെയും ഒരു പുഷിങ് നമ്മൾ ചെയ്യേണ്ടി വരും, എന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ. പഠിക്കാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കണം. എവിടെയെങ്കിലും പോകാനാണെങ്കിൽ, സ്കൂളിൽ പോകാനാണെങ്കിലും, ക്ലാസ്സിൽ കയറാനാണെങ്കിലും, എന്തിനാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട ആ ഒരു കാര്യം നമ്മൾ എന്തായാലും ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കുക. പിന്നെ
വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സൺഡേയിൽ നമ്മൾ കമ്പ്യൂട്ടർ സയൻസിന്റെ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബയോളജിയുടെ ലൈവ് ഡിസ്കഷൻ ക്ലാസ്സുകളും വരുന്നുണ്ട്. അപ്പോൾ ടീച്ചർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഫസ്റ്റ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബയോളജി ചാപ്റ്ററുകളുടെ എണ്ണം സെക്കൻഡ് ഇയറിൽ കുറവാണെങ്കിൽ 13 ചാപ്റ്റേഴ്സ് ഉള്ളൂ. നേരത്തെ 19 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നതാണ്, 6 ചാപ്റ്റർ കുറഞ്ഞ് 13 ചാപ്റ്റേഴ്സ് ഉള്ളൂ. അതിനകത്ത് പഠിക്കാനുള്ള കണ്ടന്റുകൾ വളരെ കൂടുതലായിട്ടുണ്ടാവും. സോ നമ്മൾ ഇപ്പോൾ തന്നെ ബയോളജി പഠിച്ച് ഒരു സൈഡിലേക്ക് എത്തിക്കണം. അതുകൊണ്ട് തന്നെ സൺഡേയിലെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ സൺഡേയിൽ എക്സാമും എഴുതാനായിട്ട് ശ്രമിക്കുക. കാരണം സൺഡേയിൽ ബയോളജിയുടെയും CS-ന്റെയും എക്സാംസ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. എല്ലാ സൺഡേസിലും എക്സാംസ് നടക്കുന്നുണ്ട്. അതും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതൊക്കെ എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ പറ്റും. എല്ലാ കുട്ടികൾക്കും ഇത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. കാരണം എല്ലാ കുട്ടികൾക്കും കൊടുത്തേക്കുന്ന സമയം എന്ന് പറയുന്ന സെയിം തന്നെയാണ്. ഒന്ന് ആലോചിക്കുക, ഇപ്പോൾ ഈ ഒരു മീറ്റിംഗിൽ തന്നെ ഒരുപാട് കുട്ടികൾ വേറൊരു കാറ്റഗറിയിൽ വരുന്നവരുണ്ട്. അതായത് +2 എൻട്രൻസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ എന്തുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്നു, ട്യൂഷൻ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം കുട്ടികൾ ഇതിനകത്തുണ്ട്. അപ്പൊ അവരെടുക്കുന്ന ഒരു എഫേർട്ടും ഉണ്ട്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് എഫേർട്ട് എടുക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല, വളരെ കുറച്ച് പേര് മാത്രം. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ ചെയ്യുന്ന ഒരു കാറ്റഗറി കൂടി ഉണ്ട്. അപ്പോൾ ട്യൂഷൻ മാത്രം അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ ഈ ഒരു പഠനഭാരം പറഞ്ഞുകൊണ്ട് ഇതിനകത്തുനിന്ന് സ്കിപ്പ് ആവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമ്മളുടെ ഇനി കുട്ടികളുടെ അടുത്തേക്ക് മാത്രം പറയാനുള്ള ഒരു കാര്യമാണ്, രാവിലെയും വൈകുന്നേരവും എക്സാം നടക്കുമ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ലിങ്ക് നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ലിങ്കിൽ നിങ്ങൾ മാർക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ സോഫ്റ്റ്വെയർ ലിങ്ക് വഴി മാർക്ക് കൂടി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുടെ കൃത്യമായൊരു പ്രോഗ്രസ് നമുക്ക് സോഫ്റ്റ്വെയറിൽ കിട്ടും. ഒരു പ്രോഗ്രസ് കാർഡ് എടുത്തു വെച്ച് നോക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അനാലിസിസ് നടത്താനായിട്ട് പറ്റും, നിങ്ങളിലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും. അപ്പൊ അതുകൊണ്ട് സോഫ്റ്റ്വെയർ ലിങ്കിൽ മാർക്കുകൾ കൃത്യമായിട്ട് എൻട്രി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മീറ്റിങ്ങിന്റെ മെയിൻ പോയിന്റ് ഇത്രേ ഉള്ളൂ. നമ്മുടെ റിവിഷൻ ബുധനാഴ്ച വൈകുന്നേരം എക്സാമോടുകൂടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നാളെ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് അതിന്റെ പോയിന്റ് നോട്ട് വരും. ആ പോയിന്റ് നോട്ട് നോക്കിയിട്ട് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ മീറ്റിംഗ് സംബന്ധിച്ച്, ഈ കാര്യങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ പറയാനുണ്ടെങ്കിൽ ഷാഡോ ടീച്ചറിനെ ഇൻഫോം ചെയ്തോളൂ. ഷാഡോ ടീച്ചർ ഞങ്ങളായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് അതിന്റെ കൃത്യമായിട്ടുള്ളൊരു റിപ്ലൈ തരുന്നതാണ്. സോ ഞാൻ ഇനി അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല, സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്റെ കാര്യങ്ങൾ പറഞ്ഞ് കേട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ദെൻ എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.